ഏയ് വന്ദന ചേച്ചിയോ? ആ ചേച്ചിയുണ്ട്. ഞാൻ പുതിയതായിട്ട് നിയമിച്ച അസിസ്റ്റന്റാ വന്ദന. ഞാനത് അറിഞ്ഞില്ല. വീട്ടിലെല്ലാവർക്കും സുഖാണോ ചേച്ചി? വർഷ അവൾക്ക് സുഖാണ്. അവളിനി കുടുംബ വീട്ടിലേക്ക് വരുന്നതേ ഇല്ലെന്നാ പറയുന്നത്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? വെറും പരിചയമൊന്നും അല്ല വക്കീലെ. എൻ്റെ ഭാര്യയുടെ സ്വന്തം ചേച്ചിയാണ് വന്ദന ചേച്ചി. ആഹാ, ആ ബന്ധം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇനി കാര്യങ്ങൾ വന്ദനോട് അറിയണമല്ലോ. വർഷയുടെ പേരിൽ വിക്രം സാർ ആരംഭിക്കുന്ന പുതിയ കമ്പനിയുടെ പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് വിക്രം സാർ വന്നിരിക്കുന്നത്. സ്ത്രീകൾ കൂട്ടിലടയ്ക്കപ്പെട്ട തരത്തില് വീട്ടിൽ തന്നെ കഴിയാൻ പാടില്ല. അവർക്കും സ്വന്തമായിട്ടൊരു ജോലി വേണം. അതുകൊണ്ടാണല്ലോ വർഷയുടെ പേരിൽ തന്നെ ഞാൻ ഈ ബിസിനസ് ആരംഭിക്കുന്നത്. അതിന് വർഷയ്ക്ക് ബിസിനസ് രംഗത്ത് പരിചയമൊന്നുമില്ലല്ലോ. പിന്നെ ഇങ്ങനെ അവള് ബിസിനസ് നടത്തുന്നേ? ആ സംശയം എനിക്കും ഇല്ലാതില്ല. ഇപ്പോഴുള്ള എൻ്റെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സെക്ഷനിലാണ് ഞാൻ വർഷയെ നിയമിക്കാൻ പോകുന്നത്. എൻ്റെ കക്ഷികളുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടാവട്ടെ, പരമാവധി എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പോഴേക്കും പുതിയ കമ്പനി ഓപ്പൺ ആവും. വർഷ പുതിയ കമ്പനിയുടെ MD ആവും. വിക്രം സാറിന്റെ പദ്ധതി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ആ വന്ദനെ, ഫാർമയുടെ ഫയലും ഒന്ന് എടുത്തോണ്ട് വരും. ശരി സർ. വക്കീലേ, വന്ദന എൻ്റെ അടുത്ത ബന്ധുവൊക്കെ തന്നെ. എന്നാലും എൻ്റെ ഡീലിങ്സ് ഒന്നും വന്ദന അറിയരുത്. എല്ലാം രഹസ്യമായിരിക്കണം. വി ഫാർമയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ ഞാൻ സീക്രട്ടായി എൻ്റെ പേഴ്സണൽ അലമാരയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാം പരമരഹസ്യമായിരിക്കും. ഗുഡ്. സാധാ ഫയലുകൾ സ്റ്റോർ റൂമിൽ. എന്നെ വിശ്വസിക്കാം. വി ഫാമിന്റെ ഫയലുകൾ നോക്കരുതെന്ന് വക്കീല് പറഞ്ഞിട്ടുള്ളതാ. എന്തൊക്കെയോ പുറം ലോകം അറിയരുതെന്ന് വാശിയുള്ള രഹസ്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അതിനെക്കുറിച്ച് വിക്രമും വക്കീലും തമ്മിൽ രഹസ്യധാരണയും ഉണ്ടാവും. ആൾക്കൂട്ടത്തിനരികിൽ വെച്ചുപോലും ആരോരും അറിയാതെ ഒരുത്തന്റെ ജീവൻ എടുക്കാൻ വിക്രം ആജ്ഞാപിക്കുന്നത് ഞാൻ കേട്ടതാ. ഇപ്പൊ വർഷയെ രംഗത്തിറക്കി ബിസിനസ് ആരംഭിക്കാൻ പോവാ. എന്തൊക്കെയോ ദുരൂഹതകൾ, പൊരുത്തക്കേടുകൾ. ഈശ്വര, നീ എന്റെ വർഷമോളെ കാത്തോളണേ. വന്ദനേച്ചിയാണല്ലോ. പാവം ജോലിക്കാരും ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. വന്ദനേച്ചിക്ക് ജോലി കൊടുക്കാൻ വിക്രമേട്ടന് താല്പര്യമില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? ആ ചേച്ചി, മോളെ, നീ എന്ത് ചെയ്യുന്നു? വിക്രം അടുത്തുണ്ടോ? ഇല്ല, ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായി പുറത്തു പോയിരിക്കുക. എപ്പോ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. നേരെ ഒരുപാടായല്ലോ. ആരും കൂട്ടിനില്ലേ? ഇല്ല, പടഭണ്ഡാരം പോലെയുള്ള വലിയ ബംഗ്ലാവില് ഞാൻ ഒറ്റയ്ക്കാ. മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ല. ആകെപ്പാടെ ഞാൻ കേൾക്കുന്ന ശബ്ദം
പട്ടിയുടെയും കുറുക്കന്റെ ഒക്കെ മോങ്ങലും മൂളലും ഒക്കെയാ. വല്ലാതെ ഒറ്റപ്പെട്ടൊരു സ്ഥലം. ചിലപ്പോഴൊക്കെ പേടി തോന്നും. പക്ഷേ വിക്രമേട്ടന്റെ സ്നേഹത്തിന് മുന്നിൽ എല്ലാം ഞാൻ മറക്കും ചേച്ചി. പക്ഷേ സൂക്ഷിക്കണം, പരിചയമില്ലാത്ത സ്ഥലം. നിനക്കിങ്ങനെ ഒറ്റപ്പെട്ട് താമസിച്ച് പരിചയമില്ലാത്തതാ. വിക്രമിനോട് നേരത്തെ വരാൻ പറയണം. ശരി ചേച്ചി. ചേച്ചിയുടെ ജോലിക്കാരെ ഞാൻ ഏട്ടനോട് സംസാരിച്ചു. പുതിയ കമ്പനി തുടങ്ങാൻ കുറച്ച് താമസം ഉണ്ടാവും. കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ജോലി ശരിയാക്കാന്നാ പറഞ്ഞത്. ഞാൻ വിളിച്ചത് ജോലിക്കാര്യം പറയാനൊന്നുമല്ല. എനിക്കിപ്പോ ഒരു വക്കീൽ ഓഫീസിൽ ജോലിയുണ്ട്. വിക്രം ഈ ഓഫീസിലൊരു ക്ലയന്റാണ്. വിക്രമും വക്കീലും കൂടി സംസാരിക്കുമ്പോ നീ വിക്രമിന്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയ കാര്യവും ഞാൻ അറിഞ്ഞു. ഏതോ ഒരു ഡിവിഷന്റെ ചാർജ് മുഴുവൻ എന്നെ ഏൽപ്പിക്കാനാ പദ്ധതി. നല്ലത് തന്നെ. പക്ഷേ സൂക്ഷിക്കണം മോളെ. എല്ലാ കാര്യത്തിനും ജാഗ്രത വേണം. മിന്നുന്നതെല്ലാം പൊന്നല്ല. ആരെയും അതിര് വിട്ട് വിശ്വസിക്കരുത്. എത്ര വലിയ ബന്ധാണെന്ന് പറഞ്ഞാലും. എന്താ ചേച്ചി ഇങ്ങനൊക്കെ പറയുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്നല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ച. പിന്നെ വർഷയോട് എങ്ങനെയാ കാര്യങ്ങൾ തുറന്നു പറയുന്നത്? ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? അത് കോടിക്കണക്കിന് പണത്തിന്റെ ഏർപ്പാടുകളൊക്കെ അല്ലേ. പല ഭാഗത്തും വഞ്ചനയും ചതിയും കാപട്യങ്ങളും ഒക്കെ പതുങ്ങിയിരിപ്പുണ്ടാവും. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണമെന്നാ ചേച്ചി പറഞ്ഞത്. നിങ്ങളെ എന്നാ ചേച്ചി വെക്കട്ടെ. പിന്നെ സൗകര്യം പോലെ ഞാൻ വിളിച്ചോളാം. ചേച്ചി, അവിടെ എല്ലാവർക്കും എങ്ങനെയുണ്ട്? ദിയമോളോ? ചിലപ്പോൾ തോന്നും ഈ കല്യാണം ഒന്നും വേണ്ടായിരുന്നു എന്ന്. എനിക്ക് നിങ്ങളെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങളെ ചേച്ചി ഫോൺ വെക്കട്ടെ. ചേച്ചി എന്തോ പറയാൻ മടിക്കുന്ന പോലെ. വീണ്ടും ഒരു മുത്തശ്ശനും മുത്തശ്ശിയാകുന്നതിന്റെ ത്രില്ലില്ല ഞാനും മാധവേട്ടനും. എല്ലാ പലഹാരങ്ങളും വയറ് നിറച്ച് കഴിക്കണം. അയ്യോ, എനിക്കിതൊന്നും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ പറ്റില്ല. ഗർഭസംരക്ഷണത്തിന്റെ ചുമതല എനിക്കും സുചിത്രേച്ചിക്കും. എല്ലാം കഴിച്ചേ പറ്റൂ. ഇപ്പോഴങ്ങനെ കഴിക്കാനൊന്നും തോന്നില്ല വന്ദനെ. മോളെ, എന്താ വേണ്ടതെന്ന് പറഞ്ഞാ അച്ഛൻ വാങ്ങിത്തരാം. ഒന്നും കഴിക്കാൻ തോന്നില്ല അച്ഛാ. അതെന്താ? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാകത്തില്ല എന്റെ വന്ദനമോളെ. ഇപ്പൊ ഉണ്ടാകുന്ന ഈ ഛർദിലിനും വയ്യായിക്കും ഒക്കെ വ്യാക്കൂൺ എന്നാണ് പേര്. തനി മലയാളത്തിൽ പറഞ്ഞ യാക്ക് യാക്ക്. ഇപ്പൊ കഴിക്കാൻ തോന്നുന്ന പലഹാരങ്ങളൊന്നും അല്ല. പുളിച്ച മാങ്ങ, കൊടംപുളി, വാളംപുളി, ഇലിമ്പംപുളി, പൂവമ്പഴം, ഇതൊക്കെയാ. ഈ മാധവനെ ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴേ എനിക്ക് കിളിച്ചുണ്ട മാങ്ങ, കൊച്ചു കിളിച്ചുണ്ട മാങ്ങ, അതായിരുന്നു ഇഷ്ടം. നിനക്കിതിലേതാ വേണ്ടത്? എനിക്കിതൊന്നും വേണ്ട. ഒരു പൂരിയും ഒരു മസാല ദോശയും. എന്തിനാ ഓരോന്നാക്കുന്നേ? ഓരോ കെട്ട് പൂരിയും മസാല ദോശയും ഞാനിവിടെ എത്തിച്ചു തരാം. അച്ഛമ്മേ, നമുക്ക് ബേബി ഷവർ നടത്തണ്ടേ? അതെന്ത് സാധനം? എന്താടാ നീ പറയുന്നത്? ബേബി ഷവർ നടത്തണമെങ്കിൽ ഇനി 6-7 മാസം കഴിയണം. ഓ, ഇപ്പൊ മനസ്സിലായി. ബേബി ഷവർ, ഈ വയറ്റ് പൊങ്കാല. അത് നടത്താൻ ഇനി 6-7 മാസം കാത്തിരിക്കണോ?
അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. എനിക്ക് ഉടനെ നടക്കണം. ഇപ്പോഴത്തെ മൂഡില് പ്രകാശേട്ടനോട് ചോദിച്ചാ ചിലപ്പോ ആവശ്യത്തിനുള്ള പണം കിട്ടിയേക്കും. അതൊന്നും വേണ്ട ചേച്ചി. ആവശ്യത്തിനുള്ള പണം ഞാൻ കൊടുത്തോളാം. വേണ്ട മോളെ. മനോജ് ഉദ്ദേശിച്ചത് വയറ്റുപൊങ്കലാണെങ്കിൽ അത് നടത്തേണ്ടത് പയ്യന്റെ വീട്ടുകാരുടെ ചെലവിലാ. ആ, അതായത് പയ്യന്റെ മാതാപിതാക്കളുടെ ചെലവിൽ. അതിനു വേണ്ട പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതോർത്ത് ആരും ടെൻഷനൊന്നും ആവണ്ട. ആ, എന്ത് വേണമെന്നും എങ്ങനെ വേണമെന്നും അമ്മ പറഞ്ഞാ മതി. ആ അതെ, ഈ പണ്ടത്തെ രീതി അനുസരിച്ച് ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് വിശേഷം അറിയിക്കും. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാര് കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് ചെറുക്കന്റെ വീട്ടിൽ വരും. ചെറുക്കന്റെ വീട്ടിൽ വെച്ചൊരു പൊങ്കാലയും കഴിഞ്ഞ് പെണ്ണിനെ പെണ്ണിന്റെ വീട്ടുകാരങ്ങ് വിളിച്ചോണ്ട് പോകും. ആ, ഈ പണ്ടത്തെ കാലത്തെ ആചാരങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇന്നത്തെ പരിഷ്കാരം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. എന്തായാലും ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഹരിതയുടെ മനസ്സിന് ഒരു വിധത്തില് സങ്കടം ഉണ്ടാവുന്ന ഒരു കാര്യവും നടക്കരുത്. വിഷമായാലും സന്തോഷായാലും അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. ഹരിതയ്ക്ക് സന്തോഷമാണെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഹരിതയെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഹരിതയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് ഐസ്ക്രീം വേണം. ഇപ്പൊ കൊണ്ടുവരാം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന അയാൾ നോക്കുന്നു. നോക്കട്ടെ. അയാളും ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും ഒക്കെ കാണട്ടെ. വിക്രമിന്റെയും വർഷയുടെയും പ്രണയം. അല്ല, എനിക്കൊരു സംശയം. സ്റ്റാഫിനോട് സംസാരിക്കുമ്പോ മുഖം കടന്നിൽ കുത്തിയ പോലെ, പിന്നെ എന്നെ കാണുമ്പോ പാലിയിൽ കൽക്കണ്ടം ചാലിച്ച പോലൊരു ചിരി. ഈ ആളെ മയക്കുന്ന ചിരിയൊക്കെ എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നേ? എന്റെ ഈ ഹൃദയത്തിൽ. വേണ്ട, വെറുതെ കാണിക്കുന്നതല്ലേ ഇതൊക്കെ. എന്താ ഇത്രയും വൈകിയത്? എന്തിനാ എന്നെ ഈ ഓണം കേറാ മൂലയിൽ കൊണ്ടുവന്ന് തളച്ചിട്ടിരിക്കുന്നേ? എന്നെ ആരും കാണാൻ പാടില്ലേ? പാടില്ല. സൗന്ദര്യത്തിടമ്പയായ നിന്നെ അങ്ങനെ ആരും കാണണ്ട. കണ്ടാലേ ആരെങ്കിലും കണ്ടുവച്ചാലോ? പക്ഷേ നിന്നെ എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാ. നിന്റെ സൗന്ദര്യം, നിന്റെ മനസ്സ്, നിന്റെ ശരീരം എല്ലാം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ ജന്മത്തിൽ മാത്രമല്ല, വരും ജന്മത്തിലും.
നീ എന്താ ഈ ആലോചിക്കുന്നത്? ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്ത് പുണ്യം ചെയ്തെന്ന് ആലോചിച്ചേ. പുണ്യം ചെയ്തത് വർഷയാണെന്ന് ആരാ പറഞ്ഞത്? പിന്നെ പുണ്യം ചെയ്തതേ ഞാനാ. അല്ലെങ്കിൽ ഇതുപോലൊരു പെണ്ണിനെ കാലം എനിക്ക് വേണ്ടി കരുതി വെക്കോ? വാ. എന്തു പറ്റി? നമ്മള് പുതുതായി ആരംഭിക്കാൻ പോകുന്ന കമ്പനിയുടെ MD ഒന്ന് നോക്കിയതാ. എന്താ എന്നെ കാണാൻ ഒരു ഭാവി MD-യുടെ ലുക്കൊന്നുമില്ലേ? നിന്നെ കാണാൻ ഒരു MD-യുടെ ലുക്കല്ല, ഒരു അപ്സരസിന്റെ ലുക്കാ. ആളല്പം പൈങ്കിളിയാണെന്നൊരു സംശയം. അങ്ങനെ കൂട്ടിക്കോ. വർഷേ, നീ സ്മാർട്ടാ, വിദ്യാഭ്യാസമുള്ളവളാ. പക്ഷെ നിനക്ക് ലോകപരിചയം തീരെ കുറവാ. അത് മാറണം. അതിനുവേണ്ടി ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്ത് പ്ലാനാ? കേക്കട്ടെ. കമ്പനി നടത്തി വർഷയ്ക്ക് പരിചയമില്ലല്ലോ. അപ്പോ കമ്പനി കാര്യങ്ങൾ ആദ്യ പടി തൊട്ട് പഠിക്കണം. ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനം മാർക്കറ്റിംഗ് ആണ്. പുതിയ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ ഞാൻ വർഷയെ ഒരു സാധാരണ സ്റ്റാഫായി നിയമിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നാളെ മുതൽ തന്നെ വർഷ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തു. കമ്പനി പുറത്തിറക്കാൻ പോകുന്ന പുതിയ പ്രോഡക്റ്റിന്റെ സാമ്പിളുകൾ ഞാൻ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൈകളിൽ എത്തിച്ചു കൊടുക്കണം. ഓക്കെ, ഞാൻ റെഡി. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വിശദമായിട്ടൊരു ക്ലാസ് തന്നാ മതി. ഷുവർ. അപ്പോ ഈ വർഷയുടെ ഭാഗ്യം ഉദിച്ചു തുടങ്ങി. നാളെ മുതൽ ഞാൻ ജോലിക്കാരിയായി അല്ലേ? അയ്യോ, ഞാൻ അത്താഴം എടുത്തില്ല. അപ്പോ ഈ വർഷയുടെ ഭാഗ്യം ഉദിച്ചു തുടങ്ങി. നിന്റെ ഭാഗ്യം ഉദിച്ചതല്ല, നിന്റെ നാശം ആരംഭിക്കാൻ പോവാ. സർവനാശം. പതുക്കെ മനോജ്, എനിക്ക് വേദനിക്കുന്നു. ഗർഭിണിയുടെ കാല് വേദനിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല, വയറ് വേദനിക്കാതിരുന്നാ മതി. വയറ് വേദനിക്കാതെ പ്രസവിക്കാൻ പറ്റില്ല മനുഷ്യ. അപ്പോ ഡോക്ടറോ നഴ്സോ തടവിക്കോളൂ. ഭാര്യയുടെ കാല് തടവുന്നതില് അഭിമാനക്കുറവൊന്നും തോന്നുന്നില്ലേ? എന്തിന്? സ്വന്തം ഭാര്യയല്ലേ. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. കണ്ടില്ലേ, ഭാര്യ കാമുകിയാണ്, സഹോദരിയാണ്, അമ്മയാണ്, മുത്തശ്ശിയാണ്. ഇങ്ങനെ എല്ലാ സ്ഥാനവും കൂടെ അടിച്ചേൽപ്പിക്കാതെ അങ്ങനെയുള്ള ശക്തിയില്ല എനിക്ക്. എന്റെ പാവം ഭർത്താവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. എന്റെ ഏട്ടനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണല്ലോ. ഇനി കൈയും കാലും ഒക്കെ വേദനിക്കുമ്പോ ചേട്ടനെ കൊണ്ട് തടവിക്കാം. അത് വേണ്ട. ജഗനളിയൻ നിന്റെ കൂടപ്പുറപ്പാണെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ നിന്റെ ദേഹത്ത് ഞാനല്ലാതെ മറ്റൊരു പുരുഷൻ സ്പർശിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇങ്ങനൊരു സ്വാർത്ഥത. ഇങ്ങനൊരു സ്വാർത്ഥത ഭാര്യയെ 100% സ്നേഹിക്കുന്ന ഭർത്താവിന്റെ ക്വാളിറ്റിയാണ്. ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഭർത്താവ് നല്ല ഒഴിച്ചിലുകാരനാവണം, പാചകക്കാരനാവണം,
അലക്കുകാരനാവണം, അങ്ങനെ എല്ലാം ആവണം. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാ മതി. എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ ഭർത്താവ് പഞ്ചപാവാ, ശുദ്ധ ഹൃദയന. നിന്നോടൊപ്പം ഇറങ്ങിത്തിരിച്ചത് ബുദ്ധിമോശമായെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പണവും പത്രാസും ഇല്ലാത്തവനാണെന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള ഭാര്യയുടെ ഭംഗിവാക്ക് കേൾക്കുമ്പോ നല്ല മനസുഖം തോന്നുന്നുണ്ട് കേട്ടോ. പോടാ, സുഖിപ്പിക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിന്നോടൊപ്പം ഒളിച്ചോടാൻ തോന്നിയതേ എന്റെ ഭാഗ്യരാശി തെളിഞ്ഞു നിന്നപ്പോഴാ. റിയലി? റിയലി